പത്മകുമാറിന്റെ വീട്ടിൽ ഇ ഡി പരിശോധന നടത്തുന്നുണ്ട്. അവിടെ വിഷ്ണു ചേരുന്നുണ്ട്. വിഷ്ണു, പത്മകുമാറിന്റെ വീട്ടിൽ എപ്പോഴാണ് ഇ ഡി സംഘം എത്തിയത്? പത്മകുമാറിന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? പരിശോധന കൃത്യമായി നടക്കുന്നുണ്ടോ? ശബരിമല സ്വർണ്ണക്കള്ള കേസുമായി ബന്ധപ്പെട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പത്മകുമാറിന്റെ ആറന്മുളയിലെ വീട്ടിലാണ് ഇപ്പോൾ ഇ ഡി റെയ്ഡ് നടക്കുന്നത്. ഇതോടൊപ്പം തന്നെ പത്മകുമാറിന്റെ ബാങ്ക് അക്കൗണ്ടുകൾ ഇ ഡി മരവിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട് കേരളം, തമിഴ്നാട്, കർണാടക എന്നീ സംസ്ഥാനങ്ങളിൽ ഒക്കെ പലതരത്തിലുള്ള റെയ്ഡുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടന്നിരുന്നു. ഇതിന്റെ ഭാഗമായാണ് ഇതിനകത്ത് പ്രതിയായി നിശ്ചയിക്കപ്പെട്ട പത്മകുമാറിന്റെ ആറന്മുളയിലെ വീട്ടിലും ഇ ഡി എത്തി റെയ്ഡ് നടത്തുന്നത്. രാവിലെ തന്നെ ഏറ്റവും അപ്രതീക്ഷിതമായിട്ട് തന്നെ ഈ പത്മകുമാറിന്റെ വീട്ടിലെത്തി ഇ ഡി എല്ലാ സുരക്ഷാ സന്നാഹങ്ങളോട് വാതിൽ ഉൾപ്പെടെ ക്ലോസ് ചെയ്തുകൊണ്ട് ഈ റെയ്ഡ് അകത്ത് പുരോഗമിക്കുകയാണ്. കാരണം കള്ളപ്പണം വെളുപ്പിക്കൽ ആരോപണത്തെ തുടർന്ന് പത്മകുമാറിനെ ഇ ഡി കേസെടുത്തിരുന്നത്. ഈ കേസിലെ ഗൂഢാലോചന, വ്യാജരേഖ ചമയ്ക്കൽ, സ്വർണ്ണ തട്ടിയെടുക്കൽ എന്നീ കുറ്റങ്ങൾ ചുമത്തി കേരള പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘം പത്മകുമാറിനെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. 2019 അദ്ദേഹം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന കാലത്താണ് ഈ അഴിമതി നടത്തിയെന്നാണ് കണ്ടെത്തൽ. നിലവിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിലുള്ള അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നും സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട നിർണായക രേഖകൾ പിടിച്ചെടുക്കാനാണ് ഇ ഡി ഇപ്പോൾ പരിശോധന നടക്കുന്നത്. ഏതായാലും കർശനമായ പരിശോധന തന്നെ വീടിനുള്ളിൽ നടക്കുകയാണ്. അപ്രതീക്ഷിതമായി തന്നെ ഇ ഡി യാതൊരുവിധ തരത്തിലുള്ള സംശയങ്ങൾക്കും ഇടവരുത്താതെ ഇ ഡി വീടുകളിലേക്ക് എത്തുന്നു. തുടർന്ന് വ്യാപകമായ റെയ്ഡ് വീടിനുള്ളിൽ പുരോഗമിക്കുകയാണ്. ഇപ്പോൾ പത്മകുമാർ ജയിലിനുള്ളിലാണ്. പക്ഷേ അദ്ദേഹത്തിന് കള്ളപ്പണം വെളുപ്പിക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൂടുതലായി നടന്നിട്ടുണ്ട്. മാത്രമല്ല സാമ്പത്തികമായുള്ള ക്രമക്കേടുകൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചുള്ള പരിശോധന അറിയുവാൻ വേണ്ടിയാണ് ഇ ഡി ഇപ്പോൾ എത്തിയിരിക്കുന്നത്. SIT സംഘം ശബരിമലയിൽ എത്തിയിട്ടുണ്ട്. വ്യാപകമായ പരിശോധന അവിടെ നടക്കുമ്പോൾ പ്രതിയായി അറസ്റ്റ് ചെയ്തിരിക്കുന്ന പത്മകുമാറിന്റെ വീട്ടിലും റെയ്ഡ് പുരോഗമിക്കുക. പത്മകുമാറിന്റെ ആറന്മുളയിലെ വീട്ടിലും റെയ്ഡ് തുടരുകയാണ്. എൻ വാസുവിന്റെ വീട്ടിൽ റെയ്ഡ് നടക്കുന്നുണ്ട്. സ്മാർട്ട് ക്രിയേഷൻസിൽ പരിശോധന നടക്കുന്നുണ്ട്. ഗോവർദ്ധന്റെ വീട്ടിൽ പരിശോധന നടക്കുന്നുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ പരിശോധനയ്ക്കായി ഉദ്യോഗസ്ഥർ എത്തിയിട്ടുണ്ട്. അങ്ങനെ 21 ഇടങ്ങളിൽ ഇ ഡി CRPFന്റെ സഹായത്തോടുകൂടി പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കള്ളപ്പണ ഇടപാടുകൾ നടന്നിട്ടുണ്ടോ, ആർക്ക്, എപ്പോൾ, എങ്ങനെ പണം നൽകി എന്നതിനെ കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ ശേഖരിക്കുകയാണ് ഇ ഡിയുടെ പണി. ആ പണിയാണ് ഇപ്പോൾ രാവിലെ എത്തിയത് കൊണ്ട് തന്നെ പലയിടത്തും ആളില്ല. പോറ്റിയുടെ വീട്ടിലും അതുപോലെ തന്നെ പത്മകുമാറിന്റെ വീട്ടിലൊന്നും ഈ പറയുന്നത് പോലെയുള്ള ആളുകളില്ല എന്നതുകൊണ്ട് തന്നെ അവരവിടെ കാത്തിരിക്കുകയാണ്. പക്ഷെ പരിശോധന നടത്തി മടങ്ങും എന്ന അവസ്ഥയാണ്. ഇവിടെ ഇന്നിപ്പോൾ ശബരിമല സന്നിധാനത്ത് SIT എത്തുമ്പോഴാണ് ഈ പരിശോധന വിവിധയിടങ്ങളിലായി പുരോഗമിച്ചു വരുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. എന്തായാലും മണിക്കൂറുകൾ പിന്നിടുകയാണ്. ഏതാണ്ട്